ഹായ് സ്റ്റുഡൻസ്, +1 അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 പ്രധാന കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. അതായത് വാട്ട് ഈസ് അക്കൗണ്ടിങ്, what are the process involved in accounting, and then the definition of accounting given by AICPA. അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ടിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണ്, അതുപോലെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് അഥവാ AICPA നമുക്ക് നൽകിയ അക്കൗണ്ടിങ്ങിന് നൽകിയ ഒരു ഡെഫിനിഷൻ. ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഏരിയ കൂടി ഡിസ്കസ് ചെയ്യുകയാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യം എന്താണ്? അക്കൗണ്ടിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അക്കൗണ്ടിങ് ഈസ് ആൻ ഇൻഫോർമേഷൻ സയൻസ് which collects records, organize and providing the summary reports to the users of accounting information. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളെ തിരിച്ചറിഞ്ഞ് അതിനെ മെഷർ ചെയ്ത് അതിനെ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് അതിൻ്റെ സമ്മറി തയ്യാറാക്കി അതിൽ നിന്നും ആവശ്യമായ റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് ബിസിനസ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ആവശ്യമുള്ള വിവിധ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ടിങ് യൂസേഴ്സ്, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ യൂസേഴ്സിന് സപ്ലൈ ചെയ്യുന്ന ഇൻഫോർമേഷൻ സിസ്റ്റമായിട്ടാണ് അക്കൗണ്ടിങ് പ്രവർത്തിക്കുന്നത്. അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് വിച്ച് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ഒരു ബിസിനസ്, ആ ബിസിനസ്സിൽ തൽപരരായിട്ടുള്ള ഒരുപാട് ആളുകൾ, ആ ബിസിനസ്സിൻ്റെ വിവരങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ആവശ്യമായ സാമ്പത്തിക വിവരങ്ങൾ സപ്ലൈ ചെയ്യാനുള്ള ഒരു ഇൻഫോർമേഷൻ സിസ്റ്റമാണ്, ബിസിനസ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജാണ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ലൂക്ക പാസിയോളി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, then today we are going to discuss the objectives of accounting. അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? നമ്പർ 1, to keep systematic record of business transactions. Number 2, to calculate profit or loss. Number 3, ascertain the financial position of the business. Number 4, to provide accounting informations to its users. 1, to keep systematic record of business transactions. നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, മെഷർമെൻറ്റ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒരു സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. വിശദമായിട്ട് പറയാം. ദെൻ സെക്കൻഡ്, to calculate the profit or loss of business. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു സാമ്പത്തിക വർഷത്തിലെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് പീരിയഡിലെ ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കി, എത്രമാത്രം ലോസ് ഉണ്ടാക്കി, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു പ്രധാന ഒബ്ജക്റ്റീവ്, ലക്ഷ്യം. ദെൻ തേർഡ് ഒബ്ജക്റ്റീവ്, to ascertain the financial position of the business. സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, സാമ്പത്തിക ആരോഗ്യം, സാമ്പത്തിക നിലവാരം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഫോർത്ത് ഒബ്ജക്റ്റീവാണ് ടു പ്രൊവൈഡ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. ബിസിനസ്സിൻ്റെ ഇൻഫോർമേഷൻസ് ആവശ്യമുള്ള വിവിധ വിഭാഗം യൂസേഴ്സിന് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഈ 4 ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്.
ഓക്കെ, നമുക്ക് ഓരോ ഒബ്ജക്റ്റീവായിട്ട് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, ടു കീപ് സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. The main objective of accounting is to keep a complete record of business transactions. Only economic transactions or economic events are recorded in the books of accounts. അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്, ഒരു ലക്ഷ്യമാണ്, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന മുഴുവൻ ട്രാൻസാക്ഷൻസിനെയും ഇടപാടുകളെയും കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് രേഖപ്പെടുത്തി വെക്കുക, കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ദിവസം തന്നെ 100 കണക്കിന്, 1000 കണക്കിന്, 10000 കണക്കിന്, ഒരു പക്ഷേ ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് ഈ സ്ഥാപനങ്ങളുടെ വലിപ്പം അനുസരിച്ച് നടക്കുന്നുണ്ടാവും. നമുക്ക് ചുറ്റുപാടുമുള്ള ബിസിനസ് ഓർഗനൈസേഷനുകളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയ സ്ഥാപനങ്ങൾ മുതൽ വൻകിട മൾട്ടിനാഷണൽ കമ്പനികളിൽ വരെ ദിവസവും മില്യൺ കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ കൃത്യമായി സിസ്റ്റമാറ്റിക്കായ രീതിയിൽ, സയൻറ്റിഫിക്കായ രീതിയിൽ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ്, അതിൻ്റെ കൃത്യമായ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ലക്ഷ്യം. അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തി വെക്കുന്നില്ല. ഓൺലി എക്കണോമിക് ട്രാൻസാക്ഷൻസ്, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, അഥവാ നമുക്കൊരു റുപ്പി വാല്യൂ, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ കറൻസി എന്ന് പറഞ്ഞാൽ റുപ്പി ആണല്ലോ, ഈ റുപ്പി വാല്യൂവിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന, മോണിറ്ററി ആസ്പെക്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന ഇടപാടുകൾ, ബിസിനസ് ഇടപാടുകൾ മാത്രമാണ് നമ്മൾ അക്കൗണ്ടിങ്ങിലൂടെ രേഖപ്പെടുത്തി വെക്കുന്നത്. ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫിനാൻസ് മാനേജറെ സ്ഥാപനത്തിൽ അപ്പോയിൻറ്റ് ചെയ്തു. ഇത് ബിസിനസ്സിൽ നടന്ന ഒരു ഈവൻ്റാണ്, ഒരു സംഭവമാണ്. പക്ഷേ ഇതിലെന്തെങ്കിലും സാമ്പത്തിക വാല്യൂ ഉണ്ടോ? അപ്പോയിൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ സാമ്പത്തികമായിട്ട് യാതൊന്നുമില്ല. പക്ഷേ ഇയാളുടെ സാലറി കൊടുക്കുന്ന സമയത്ത് നടന്ന ആ ഒരു ട്രാൻസാക്ഷൻ, പെയ്ഡ് സാലറി ടു ഫിനാൻസ് മാനേജർ ₹50,000. 50,000 രൂപ ഫിനാൻസ് മാനേജർക്ക് സാലറി കൊടുത്തു. ഇതിലൊരു സാമ്പത്തിക സംഭവമുണ്ട്. നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാഷ് കുറഞ്ഞു, 50,000 രൂപ ഫിനാൻസ് മാനേജർക്ക് കൊടുത്തു. അപ്പോൾ ഇത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യും. അയാളെ അപ്പോയിൻ്റ് ചെയ്ത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. എക്കണോമിക് ഈവൻറ്റും നോൺ എക്കണോമിക് ഈവൻറ്റുമാണ്. ദെൻ മറ്റൊരു എക്സാമ്പിളാണ് എക്കണോമിക് ഈവൻറ്റ്സിന് എക്സാമ്പിൾ, പെയ്ഡ് ഇലക്ട്രിസിറ്റി ചാർജസ് ഫോർ ഫാക്ടറി. നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്ന ഫാക്ടറിയുടെ ഇലക്ട്രിസിറ്റി ചാർജസ് 1,00,000 രൂപ നമ്മൾ പേയ്മെൻറ്റ് നടത്തി, ബില്ലടച്ചു. ഇതൊരു എക്കണോമിക് ട്രാൻസാക്ഷൻ ആണല്ലോ, ഒരു സാമ്പത്തികമായിട്ടുള്ള മൂല്യമുള്ള ട്രാൻസാക്ഷനാണ്. ഇത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തി വെക്കണം. ദെൻ received an order for supply of goods worth ₹1 lakh. 1,00,000 രൂപയുടെ സാധനങ്ങൾ സപ്ലൈ ചെയ്യാനുള്ള, നമ്മൾ ഉൽപ്പാദിപ്പിച്ച, നമ്മുടെ ബിസിനസ് സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച ഗുഡ്സ് സപ്ലൈ ചെയ്യാനുള്ള ഒരു ഓർഡർ കിട്ടി. ഇത് എക്കണോമിക് ഈവൻ്റ് ആണോ നോൺ എക്കണോമിക് ഈവൻ്റ് ആണോ? 1,00,000 രൂപയുടെ ഓർഡർ കിട്ടി. നമ്മൾ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് നോൺ എക്കണോമിക് ഈവൻ്റാണ്. ഇതിൽ ക്യാഷ് അല്ലെങ്കിൽ ക്യാഷിന് തുല്യമായ വാല്യൂ ഉള്ള ഒരു സാധനവും കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ഒരു ഓർഡർ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതേസമയം നമ്മൾ അടുത്തൊരു ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കുക. സോൾഡ് ഗുഡ്സ് വർത്ത് ₹1 lakh ടു മിസ്റ്റർ അനിൽ. അനിൽ എന്ന് പറയുന്ന ഒരാൾക്ക് 1,00,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ സെയിൽസ് നടത്തി. ഇതിൽ സാമ്പത്തിക മൂല്യമുണ്ട്. നമ്മുടെ കയ്യിലിരുന്ന 1,00,000 രൂപയുടെ ഗുഡ്സ് അനിലിന് കൊടുത്തു. അപ്പോൾ നമ്മളത് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ അനിലിന് കൊടുത്തു. അപ്പോൾ നമ്മളത് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ എന്ന ഈ ഒബ്ജക്റ്റീവിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഓൺലി മോണിറ്ററി ആസ്പെക്ട്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. Monetary aspects, economic transactions or economic events are only recorded. Okay, clear?
Then complete record of business transaction helps to avoid the possibility of omission and fraud. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും കംപ്ലീറ്റ് റെക്കോർഡ് രേഖകൾ സൂക്ഷിക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം? ആ സ്ഥാപനത്തിൽ സാമ്പത്തികമായ എന്തെങ്കിലും തകരാറ് സംഭവിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോവാൻ, അല്ലെങ്കിൽ വഞ്ചനകൾ, ഫ്രോഡ്, തട്ടിപ്പുകൾ നടക്കാനുള്ള സാധ്യത കുറയുന്നു, അല്ലെങ്കിൽ ഇല്ലാതാവുന്നു. അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ. ഫോർ ദിസ് പർപ്പസ് all the business transactions are first of all is recorded in journal or subsidiary books and then posted into ledger. അപ്പോൾ ഈ റെക്കോർഡിംഗ് എന്ന ആവശ്യത്തിന് വേണ്ടി ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് ഓഫ് ഓൾ റെക്കോർഡഡ് ഇൻ ജേണൽ ഓർ സബ്സിഡിയറി ബുക്സ്. ഒന്നുകിൽ ജേണൽ എന്ന് പറയുന്ന ഒരു ബുക്കിലോ അല്ലെങ്കിൽ മറ്റു സബ്സിഡിയറി ബുക്കുകളിലോ ആണ് എല്ലാ ട്രാൻസാക്ഷൻസും ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നത്. ആൻഡ് ദെൻ പോസ്റ്റഡ് ഇൻ ടു ലെഡ്ജർ. അതിനുശേഷം ലെഡ്ജർ എന്ന് പറയുന്ന മറ്റൊരു ബുക്കിലേക്ക് ഈ ട്രാൻസാക്ഷൻസിനെ മുഴുവൻ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ജേണൽ എന്താണ്, സബ്സിഡിയറി ബുക്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണൽസ് എന്താണ്, അതുപോലെ ലെഡ്ജർ എന്താണ് എന്നൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ കൃത്യമായി പഠിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത് റെക്കോർഡിംഗ് നടത്തുന്ന ബുക്ക് ജേണൽ ആണ്, അതോടൊപ്പം അത് കഴിഞ്ഞ് ഉടനെ ലെഡ്ജറുമാണ്. നമ്മൾ പറഞ്ഞു വെച്ച രണ്ടാമത്തെ ഒബ്ജക്റ്റീവാണ് ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. ദ സെക്കൻഡ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിംഗ് ഈസ് ടു അസർട്ടൈൻ ദ നെറ്റ് പ്രോഫിറ്റ് ഏൺഡ് or loss suffered on account of business transactions during a particular period. ഒരു പ്രത്യേക പീരിയഡ്, ഒരു കാലയളവിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടന്നിട്ട് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് പ്രോഫിറ്റ് ആണോ ഉണ്ടായത്, ലോസ് ആണോ സംഭവിച്ചത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. അപ്പോൾ എ പെർട്ടിക്കുലർ പീരിയഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ആ പീരിയഡ്? ആ ബിസിനസ് സ്ഥാപനത്തിന് മാസത്തിലൊരിക്കൽ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ കാൽക്കുലേറ്റ് ചെയ്യാം. എന്തായാലും നമുക്കറിയാം അക്കാഡമിക് ഇയർ എന്ന് പറഞ്ഞാൽ ജൂൺ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അതേസമയം കലണ്ടർ ഇയർ എന്ന് പറഞ്ഞാൽ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണ്. അതുപോലെ നമുക്കൊരു ഫിനാൻഷ്യൽ ഇയർ ഉണ്ട്. കമ്പനികളൊക്കെ ഫോളോ ചെയ്യുന്ന സാമ്പത്തിക വർഷം, നമ്മുടെ ഗവൺമെൻറ് ബഡ്ജറ്റൊക്കെ പ്രഖ്യാപിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തിലേക്കാണ്. അപ്പോൾ അതാണ് നമ്മൾ പീരിയഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ അഥവാ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൽ നിന്നുണ്ടായിട്ടുള്ള റിസൾട്ട് എന്താണ് എന്ന് പരിശോധിക്കുക എന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം. ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. For this purpose, a trading and profit and loss account of the business is prepared at the end of each accounting period. ഇങ്ങനെ പ്രോഫിറ്റോ ലോസോ കണ്ടെത്തുന്നതിന് വേണ്ടി അക്കൗണ്ടൻ്റ് തയ്യാറാക്കുന്ന, ബിസിനസ്സിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ അക്കൗണ്ടാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ആ വാക്ക് മാത്രം മനസ്സിലാക്കി വെക്കുക, ആ ടേം മനസ്സിലാക്കുക. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നു ഈ വർഷം തന്നെ. ഇപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ബിസിനസ് തയ്യാറാക്കുന്ന, അക്കൗണ്ടൻ്റ് തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ. ദെൻ തേർഡ് ഒബ്ജക്റ്റീവ് ആണ് ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. അപ്പോൾ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓണേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രോഫിറ്റ് ആണോ ഈ വർഷം അല്ലെങ്കിൽ ലോസ് ആണോ ഈ വർഷം എന്ന് അറിയുക മാത്രമല്ല, നമ്മുടെ സ്ഥാപനത്തിൻ്റെ നിലവിലുള്ള സാമ്പത്തിക നിലവാരം, സാമ്പത്തിക ശക്തി, ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ഫിനാൻഷ്യൽ പവർ എന്താണ് എന്നാണ്. ദ ബിസിനസ്മാൻ മസ്റ്റ് ആൾസോ നോ ദ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദ ബിസിനസ്. ബിസിനസ്മാൻ അതുകൂടി അറിയണം, ഫിനാൻഷ്യൽ ഹെൽത്ത് കൂടി അറിയണം. ഫോർ ദിസ് പർപ്പസ്, ആഫ്റ്റർ പ്രിപ്പയറിംഗ് എ ട്രേഡിംഗ്
and profit and loss account, a statement called balance sheet is prepared which shows the assets, liabilities and capital of the business. നമ്മൾ പറഞ്ഞു ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ വേണ്ടി ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കും. അത് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി തയ്യാറാക്കും. അതിൻ്റെ പേരാണ് ബാലൻസ് ഷീറ്റ്. ആ ബാലൻസ് ഷീറ്റിൽ എന്താണ് ഉണ്ടായിരിക്കുക? അസറ്റ്സ് എത്രയുണ്ട്, ലാബിലിറ്റീസ് എത്രയുണ്ട്, ക്യാപിറ്റൽ എത്രയുണ്ട് ഈ ബിസിനസ്സിന്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട മറ്റു ചില വിവരങ്ങളും കൂടി ഉൾപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. നമ്മൾ ബാലൻസ് ഷീറ്റും എന്താണ്, എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വരും ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുന്നു. ഓക്കെ, ദെൻ നാലാമത്തെ ഒബ്ജക്റ്റീവാണ് ടു പ്രൊവൈഡ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ടു ഇറ്റ്സ് യൂസേഴ്സ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ആവശ്യമുള്ള യൂസേഴ്സിന് സപ്ലൈ ചെയ്യുക. Accounting is to communicate the accounting information to various interested parties like owners, investors, creditors, banks, employees, and government authorities, etc. The information helps them in taking suitable decisions about the business entity. Accounting is an information science. Accounting is an information system which provides accounting informations regarding the economic events in the business organization towards different interested groups such as owners, investors, creditors, banks, employees and government authorities. ബിസിനസ്സിൽ തൽപരരായിട്ടുള്ള ബിസിനസ്സിൻ്റെ വിവരങ്ങൾ ആവശ്യമായിട്ടുള്ള വിവിധ ആളുകളുണ്ട്. നമ്മളത് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓണേഴ്സ്, അതുപോലെ ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപകർ, ക്രെഡിറ്റേഴ്സ് നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ആളുകൾ, ബാങ്ക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എംപ്ലോയീസ് സ്ഥാപനത്തിലെ ജീവനക്കാർ, ആൻഡ് ഗവൺമെൻറ് അതോറിറ്റീസ് ടാക്സ് അതോറിറ്റീസ് എറ്റ്സെട്ര. ഇവർക്കെല്ലാം ആവശ്യമായ വിവരങ്ങൾ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫോർത്ത് ആൻഡ് അനദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, എന്തിനാണ് ഇൻഫോർമേഷൻ? ഈ ആളുകൾക്കൊക്കെ എന്തിനാണ് ഇൻഫോർമേഷൻ? ഇവർക്കൊക്കെ പല തീരുമാനങ്ങളും എടുക്കാനുണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കുന്നത് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്ന ഡിഫറെൻറ്റ് റിപ്പോർട്ടുകളെ ബേസ് ചെയ്തിട്ടാണ് ഇവരൊക്കെ തീരുമാനങ്ങൾ എടുക്കുക. ബാങ്കിന് എടുക്കേണ്ട തീരുമാനം എന്തായിരിക്കും? ഈ സ്ഥാപനത്തിന് ലോണ് കൊടുക്കണോ വേണ്ടേ? അതുപോലെ ഇൻവെസ്റ്റേഴ്സിന് എടുക്കേണ്ട തീരുമാനം എന്തായിരിക്കും? ഈ സ്ഥാപനത്തിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ? അങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്ക് വ്യത്യസ്ത തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. അവർക്കൊക്കെ ആവശ്യമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കി നൽകുന്ന ജോലിയാണ് അക്കൗണ്ടിങ്ങിൻ്റേത്. ഓക്കെ, ക്ലിയർ? നമ്മളിന്ന് ചർച്ച ചെയ്തത് ഒരൊറ്റ ടോപ്പിക്കാണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. എന്തായിരുന്നു? നമ്പർ 1 ഒന്ന് പറയാം. ടു കീപ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. നമ്പർ 2 എന്തായിരുന്നു? ടു കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ എ ഗിവൺ അക്കൗണ്ടിങ് പീരിയഡ്. ദെൻ നമ്പർ 3 ടു അസർട്ടൈൻ the financial strength, the financial position of the business at the end of a given accounting period. Then number 4 to provide accounting informations to different users. Okay, then നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോവാം. താങ്ക് യു, ബൈ.